നമ്മെ വിശ്വസിച്ചുകൊണ്ട് ഒരു സംഗതി ഏൽപ്പിച്ചാൽ അമാനത്ത് പൂർത്തിയാക്കുക. ഇദാ ദുയ്യഅത്തിൽ അമാനത്തു ഫന്തദിരി സഅ. അമാനത്ത് നഷ്ടപ്പെടുക എന്നത് അന്ത്യനാളിന്റെ അടയാളമാണ്. അന്ത്യനാളിന്റെ അടയാളമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും കൂടിയിട്ട് എന്റെ കയ്യിൽ ഒരു 10,000 രൂപ ഏൽപ്പിച്ചിരിക്കുന്നു. അതെന്തിനാണ്? ഈ സ്ഥാപനത്തിലുള്ള കുട്ടികൾക്ക് അല്ലേ ഭക്ഷണം മറ്റൊക്കെ കൊടുക്കാനാണ്. ഞാനത് കുട്ടികൾക്കൊക്കെ പിന്നെ കൊടുക്കാൻ നിങ്ങാണ്ട് നമ്മളാണ് വേറെ ആവശ്യത്തിനെടുത്താലോ? അമാനത്ത് എന്ന് പറഞ്ഞത് ഇസ്ലാമിൽ വലിയ മൂല്യമുള്ള സംഗതിയാണ്. അമാനത്ത് ഇല്ലേ വിശ്വാസികളുടെ വില വളരെയധികം നഷ്ടപ്പെട്ടു. അതാണ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമാനത്താണ് നിലനിർത്തിയത്. നോക്കൂ നിങ്ങൾ, നബി തങ്ങൾ കുട്ടിയാകുന്ന സമയം മുതൽ റസൂലുള്ളാഹിനെ നാട്ടുകാർ വിളിച്ചത് അൽ അമീൻ, വിശ്വസ്തൻ എന്നാണ്. വിശ്വസ്തൻ എന്നാണ്. അതാണല്ലോ ഇപ്പൊ ശക്തമായ എതിരാളികൾ ഉള്ള സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർക്കൊക്കെ വിശ്വാസമാണ്. വിശ്വാസം കാത്തു സൂക്ഷിക്കണം. വിശ്വാസ വഞ്ചന എന്ന് പറയുന്നത് മനുഷ്യന്റെ വില ഇറച്ചിന്റെ വിലയിലേക്ക് താഴുന്ന കാര്യമാണ്. നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹിക്ക് വഹയി കൊണ്ടുവരുന്ന മലക്കാര അമീനാണ്. നസലൽ അമീനു മലക്ക് ജിബ്രീൽ, വിശ്വസ്തത എന്ന് പറയുന്നത്. അതുകൊണ്ട് സാധാരണക്കാരോടായാലും ആലിമീങ്ങളോടായാലും നമ്മൾ തമ്മിലായാലും മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു റൂമിൽ 10 ആളുകൾ ഒരുമിച്ച് താമസിക്കുകയാണ്. എല്ലാവർക്കും ഇന്ന് പണിക്ക് കൂലി കിട്ടിയിട്ടുണ്ട്. രാത്രി ഉറങ്ങുമ്പോൾ ആ റൂമിലുള്ള എല്ലാവർക്കും വിശ്വസ്തത വേണം. എന്റെ പോക്കറ്റിൽ നിന്ന് ഒരാളും പണം മോഷ്ടിക്കുകയില്ല, ആരും ചതിക്കുകയില്ല, ആരും വഞ്ചിക്കുകയില്ല. കൂറുകച്ചവടക്കാർക്ക് പരസ്പരം ആ ബോധം വേണം. ഇതില്ലാതെ നമ്മുടെ ദുയ്യഅത്തിൽ അമാന, വിശ്വസ്തത നഷ്ടപ്പെട്ടാൽ അതേപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഒരു കമ്മിറ്റിയും അതിന്റെ കടലാസുകളും അതിന്റെ രേഖകളും അതിന്റെ പണങ്ങളും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അതിൽ ചതി നടത്തുക എന്നത് അത് ഈമാനിന് എതിരാണ്. അത് ഈമാനിനെതിരാണ്. ഒരിക്കലും അങ്ങനെ നമ്മളിൽ നിന്ന് സംഭവിക്കാൻ പാടില്ല.